നമസ്കാരം. അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയ സംഭവത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും. ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയതിൽ വിശദീകരണം തേടും. തുടർന്ന് മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം ഷൈൻ ഇന്ന് വൈകിട്ട് 3 മണിക്ക് ഹാജരാകുമെന്ന് ഷൈന്റെ പിതാവ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയത്. വനിതാ CPO റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും. സമരം 18ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നിരാശരായി ഉദ്യോഗാർത്ഥികൾ. നിയമനം ലഭിച്ചത് സമരം ചെയ്യുന്ന 3 പേരുൾപ്പെടെ 45 പേർക്ക്. എന്നാൽ പരമാവധി നിയമനം നടത്തണമെന്നാണ് സമരം തുടരുന്നവരുടെ ആവശ്യം. നിലവിൽ 964 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ 30% പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. കോഴിക്കോട് ഫറോക്കിൽ 15-കാരിയെ സമപ്രായക്കാർ ചേർന്ന് ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ തുടർ നടപടി ഇന്ന്. കുറ്റാരോപിതരായ 3 കുട്ടികളെ ശിശുക്ഷേമ സമിതി മുൻപാകെ ഹാജരാക്കും. ഇവരുടെ സാമൂഹ്യ പശ്ചാത്തല റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ചർച്ചയാകും. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും പ്രാഥമിക ചർച്ചകൾ നടക്കും. UDFന്റെ സ്ഥാനാർത്ഥി ആരെന്നറിഞ്ഞ ശേഷം മാത്രമേ CPIM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളൂ. മുഖ്യമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറി ആര് എന്ന ചർച്ചകളും യോഗത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. CPIM പാർട്ടി കോൺഗ്രസിന് ശേഷം ചേരുന്ന ആദ്യ യോഗമാണിത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത ആളുടെ വീട് കത്തി നശിച്ച നിലയിൽ. കോഴിക്കോട് വെള്ളയിൽ സ്വദേശി ഫൈജാസിന്റെ വീടാണ് കത്തി നശിച്ചത്. നാട്ടുകാരുമായി ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് ഫൈജാസിനെ വെള്ളയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഫൈജാസ് ലഹരിക്ക് അടിമയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഡൽഹിയിൽ 4 നില കെട്ടിടം തകർന്നു വീണ് 4 പേർ മരിച്ചു. ഡൽഹിയിലെ മുസ്തഫാബാദിലാണ് കെട്ടിടം തകർന്നു വീണ് അപകടം ഉണ്ടായത്. കെട്ടിടത്തിനുള്ളിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. രക്ഷാപ്രവർത്തനത്തിന് NDRF സംഘം എത്തിയിട്ടുണ്ട്. എത്ര പേരാണ് കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്ന് വ്യക്തമല്ല. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന KK രാഗേഷിനെ പ്രശംസിച്ച ദിവ്യ S. അയ്യർ IASനെതിരെ പരാതി നൽകി യൂത്ത് കോൺഗ്രസ്. ദിവ്യയുടെ പ്രശംസ സർവീസ് ചട്ടലംഘനമാണെന്നും വിഷയത്തിൽ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്കും കേന്ദ്ര പൊതുജന പരാതി പരിഹാര ഡയറക്ടർക്കും പരാതി നൽകി. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനാണ് പരാതി നൽകിയത്. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം AP അനിൽകുമാറുമായി PV അൻവർ കൂടിക്കാഴ്ച നടത്തി. VS ജോയിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കായാണ് കൂടിക്കാഴ്ച നടത്തിയതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ കൂടിക്കാഴ്ച യാദൃച്ഛികമെന്നായിരുന്നു PV അൻവറിന്റെ പ്രതികരണം. ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ അന്തരിച്ചു. ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കൊറോണറി ആൻജിയോപ്ലാസ്റ്റി, കരോഡി സ്റ്റെൻറിംഗ്, കൊറോണറി സ്റ്റെൻറിംഗ് തുടങ്ങിയവയിൽ വിദഗ്ധനായ അദ്ദേഹത്തെ 2000 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര മെയ് മാസത്തിൽ ഉണ്ടാകുമെന്ന് കേന്ദ്രം. ഇന്ത്യ ബഹിരാകാശ യാത്രയിൽ ഒരു നിർണായക അധ്യായം കുറിക്കാനൊരുങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ബഹിരാകാശ സഞ്ചാരിയെയും വഹിച്ചുകൊണ്ടുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ മിഷൻ അടുത്ത മാസത്തോടെ ഉണ്ടാകും. IT കമ്പനിയായ ഇൻഫോസിസിൽ 240 ട്രെയിനികളെ പിരിച്ചുവിട്ടു. മൈസൂരു ട്രെയിനിംഗ് ക്യാമ്പസിൽ നിന്ന് 240 എൻട്രി ലെവൽ ട്രെയിനികളെയാണ് പിരിച്ചുവിട്ടത്. ആഭ്യന്തര പരീക്ഷയിൽ പാസ്സായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൂട്ട പിരിച്ചുവിടൽ. ഫെബ്രുവരിയിൽ 400ഓളം ട്രെയിനികളെ ഇൻഫോസിസ് പിരിച്ചുവിട്ടിരുന്നു. 2000 രൂപയ്ക്ക് മുകളിൽ UPI ഇടപാടുകൾ നടത്തുമ്പോൾ GST ചുമത്താൻ കേന്ദ്രം ആലോചിക്കുന്നതായുള്ള വാർത്ത തള്ളി ധനമന്ത്രാലയം. വാർത്ത പൂർണ്ണമായും വസ്തുതാ വിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് കേന്ദ്ര ധനമന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു.
നിലവിൽ സർക്കാരിന് അത്തരത്തിലൊരു ഉദ്ദേശമില്ലെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കി. യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. ആഗോള പ്രാധാന്യമുള്ള ഡോക്യുമെന്ററി പൈതൃകം സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള പട്ടികയിൽ ഇരു ഗ്രന്ഥങ്ങളും ഇടം നേടിയ വിവരം കേന്ദ്ര സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ് പ്രഖ്യാപിച്ചത്. പൗരാണിക ഗ്രന്ഥങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അംഗീകാരം ലോകമെമ്പാടുമുള്ള ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു. വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് ക്രിസ്ത്യൻ സംഘടനയായ കാസ സുപ്രീം കോടതിയിൽ. കേരളത്തിൽ നിന്നും വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് സുപ്രീം കോടതിയെ സമീപിക്കുന്ന ആദ്യ സംഘടനയാണ് കാസ. വഖഫ് നിയമത്തിനെതിരെ മുസ്ലിം ലീഗ് ഫയൽ ചെയ്ത ഹർജിയിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകി. വഖഫ് നിയമ ഭേദഗതി മുനമ്പ നിവാസികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണെന്ന് കാസ അഭിപ്രായപ്പെട്ടു. JNU സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. കഴിഞ്ഞ ദിവസം ക്യാമ്പസിലുണ്ടായ സംഘർഷങ്ങൾ കണക്കിലെടുത്താണ് ഇലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. സ്ഥാനാർത്ഥികളുടെ അവസാനഘട്ട പട്ടിക പുറത്തുവിടുന്നതും മാറ്റിവെച്ചു. അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണത്തിൽ തകർന്ന് യമനിലെ ഹൂത്തി കേന്ദ്രങ്ങൾ. അമേരിക്കയുടെ രൂക്ഷമായ ആക്രമണത്തിൽ 74 പേർ കൊല്ലപ്പെടുകയും 170-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ. ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണ് ഈ ആക്രമണമെന്നാണ് അമേരിക്കയുടെ പക്ഷം. റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന അന്ത്യശാസനവുമായി US. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അവസാന ചർച്ചകൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിക്കുന്നില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. സമാധാന ചർച്ചയിൽ വരും ദിവസങ്ങളിൽ വിഷയത്തിൽ പുരോഗതി ഉണ്ടാകുന്നില്ലെങ്കിൽ അമേരിക്ക പിന്മാറുമെന്ന് അന്ത്യശാസനം നൽകി. 1971 വിമോചന യുദ്ധത്തിൽ സായുധ സേന നടത്തിയ വംശഹത്യയ്ക്ക് പാകിസ്ഥാൻ ഔദ്യോഗികമായി ക്ഷമാപണം നടത്തണമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറി MD ജാഷിം ഉദ്ദീനും പാകിസ്ഥാൻ വിദേശകാര്യ സെക്രട്ടറി അംന ബലൂച്ചും നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം പറഞ്ഞത്. 2010 ശേഷം ആദ്യമായാണ് ഇരു രാജ്യങ്ങളും വിദേശകാര്യ സെക്രട്ടറി തല ചർച്ച നടത്തുന്നത്. ഖത്തറും റഷ്യയും തമ്മിലെ വ്യാപാര നയതന്ത്ര സൗഹൃദം ഊഷ്മളമാക്കി അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ മോസ്കോ സന്ദർശനം. വിവിധ അന്താരാഷ്ട്ര രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയായ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും ചേർന്നുള്ള 200 കോടി യൂറോയുടെ സംയുക്ത നിക്ഷേപ ഫണ്ടിനും ധാരണയായി. ഗാസയിലെയും ഇസ്രായേൽ ആക്രമണം, സിറിയയിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളും രാഷ്ട്ര നേതാക്കളുടെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ഭാഗമായി ജപ്പാൻ ഇന്ത്യക്ക് ഷിൻകാൻസെൻ ട്രെയിനുകൾ സമ്മാനമായി നൽകും. അടുത്ത വർഷം ആദ്യം ട്രെയിനുകൾ കൈമാറുമെന്നാണ് വിവരം. E5, E3 സീരീസ് എന്നീ 2 ബുള്ളറ്റ് ട്രെയിനുകളാണ് ഇന്ത്യക്ക് സമ്മാനമായി നൽകുന്നത്. നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ ഇടനാഴിയുടെ പരിശോധനയ്ക്കും വിലയിരുത്തലുകൾക്കും ഇത് സഹായകരമാകും. 2025 ഏറ്റവും സ്വാധീനമുള്ള ലോക നേതാക്കളുടെ പട്ടികയിൽ മുന്നിലെത്തി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. മെക്സിക്കോയുടെ വനിതാ പ്രസിഡന്റ് ക്ലൗദിയ ഷെയ്ൻബോ, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നിവരാണ് യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. ടൈം മാഗസിനാണ് പട്ടിക പുറത്തുവിട്ടത്. പട്ടികയിലെ ആദ്യ 100 സ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ആരുമില്ല. വിമാനത്താവളത്തിലേക്ക് ഡ്രൈവറില്ലാ കാറിൽ സൗജന്യ യാത്ര ഒരുക്കി അബുദാബി. സാദിയാദ്, യാസ് ഐലൻഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് എയർപോർട്ടിലേക്ക് സൗജന്യ സേവനം. 18 ഡ്രൈവറില്ലാ കാറുകളാണ് ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. അബുദാബിയുടെ പൊതുഗതാഗത സേവനം പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിന് മുന്നോടിയായാണ് ഡ്രൈവറില്ലാ ഇലക്ട്രിക്കൽ കാർ വ്യാപകമാക്കുന്നത്. വേൾഡ് ആർട്ട് ദുബായ് പ്രദർശനത്തിന് തുടക്കമായി. ദുബായ് കൾച്ചറൽ ആൻഡ് ആർട്ട് അതോറിറ്റി ചെയർപേഴ്സണും ദുബായ് കൗൺസിൽ അംഗവുമായ ഷൈഖ ലത്തീഫ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തും പ്രദർശനം സന്ദർശിച്ചു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ഞായറാഴ്ച വരെയാണ് പ്രദർശനം.
65 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലേറെ ചിത്രകാരൻ 11ാം പതിപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. എമിറേറ്റ്സിലെ പ്രധാന ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായ മാൾ ഓഫ് എമിറേറ്റ്സ് വിപുലീകരിക്കുന്നു. പുതുതായി 100 സ്റ്റോറുകൾ കൂടി ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് മാളിന്റെ വികസനം. 500 കോടി ദിർഹം ചിലവിട്ടാണ് 2000 ചതുരശ്ര അടി വിസ്തൃതിയിൽ മാൾ വികസിപ്പിക്കുന്നത്. ഇടുക്കി മറയൂർ ഉദുമൽപേട്ട റോഡ് കൈയടക്കി വിരിക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാന. പകൽ സമയത്തും കാട്ടുകൊമ്പൻ റോഡിൽ തമ്പടിക്കുന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും കാട്ടാന പകൽ സമയത്ത് റോഡിൽ ഗതാഗത തടസ്സം തീർത്തു. കാട്ടുകൊമ്പന്റെ സാന്നിധ്യമാണ് വാഹനയാത്രക്കാരിൽ ആശങ്ക ഉളവാക്കുന്നത്. കഴിഞ്ഞ ദിവസം ബസ്സിന് മുമ്പിൽ എത്തിയ വിരിക്കൊമ്പൻ ഭീകരാന്തരീക്ഷം തീർത്തിരുന്നു. തൃശൂർ പട്ടിക്കാട് സ്കൂട്ടറിൽ മദ്യക്കച്ചവടം നടത്തുന്നതിനിടെ 35 കുപ്പി വിദേശ മദ്യവുമായി മധ്യവയസ്കൻ എക്സൈസിന്റെ പിടിയിലായി. രവിയാണ് പിടിയിലായത്. ഇയാൾ സ്കൂട്ടറിൽ സഞ്ചരിച്ച് സ്ഥിരമായി മദ്യക്കച്ചവടം നടത്തിവരുന്ന ആളാണെന്ന് എക്സൈസ് അറിയിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ AT ജോബിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വയനാട് മുത്തങ്ങയിൽ സുൽത്താൻ ബത്തേരിയിൽ 18.90 കിലോഗ്രാം കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് കേരളത്തിലേക്ക് കടത്തുകയായിരുന്ന കഞ്ചാവ് പിടികൂടിയത്. അടിവാരം സ്വദേശി K ബാബു, വീരാജ്പേട്ട സ്വദേശി K ജലീൽ എന്നിവരാണ് പിടിയിലായത്. 2 ബാഗുകളിലായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. മലപ്പുറം കുറ്റിപ്പുറം ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് യുവതിയും ബന്ധുവും മുങ്ങി മരിച്ചു. തവനൂർ സ്വദേശി ആബിദ, സഹോദരന്റെ മകൻ മുഹമ്മദ് ലിയാൻ എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് ഫാറൂഖിൽ ആത്മഹത്യയിൽ നിന്നും യുവാവിനെ പിന്തിരിപ്പിച്ചു പോലീസ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് തിരൂരങ്ങാടി സ്വദേശി ഫാറൂഖ് പുതിയ പാലത്തിനു മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. കുടുംബ പ്രശ്നമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് 24-കാരൻ പറഞ്ഞു. പോലീസിന്റെ സമയോചിത ഇടപെടൽ മൂലം യുവാവിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി ജില്ലയിൽ വിനോദയാത്രയ്ക്കെത്തിയ 6 യുവാക്കളിൽ ഒരാൾ ചിറ്റാർ അണക്കെട്ടിൽ മുങ്ങി മരിച്ചു. മലയൻകീഴ് സ്വദേശി അഭിനേഷാണ് മരിച്ചത്. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ കുലശേഖരത്ത് നിന്നും എത്തിയ അഗ്നിശമന സേനയാണ് മൃതദേഹം കരക്കെത്തിച്ചത്. തൃശൂർ ചെറുതുരുത്തിയിൽ അമിത വേഗതയിൽ ഓടിച്ച കാറിടിച്ച് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവത്തിൽ കാർ ഓടിച്ച റസീം എന്ന യുവാവിനെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. സംഭവത്തിൽ 15ഓളം പരാതികളാണ് പോലീസിന് ലഭിച്ചത്. റസീം ഓടിച്ച കാർ നിരവധി വാഹനങ്ങളിലും വഴിയാത്രക്കാരെയുമാണ് ഇടിച്ചത്. ഒടുവിൽ നാട്ടുകാർ ചെറുതുരുത്തിയിൽ കാർ തടഞ്ഞുവെച്ച് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. തൃശൂർ വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് സെന്റിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അപകടം. പുനയൂർ കുളത്ത് നിന്നും രോഗിയുമായി പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ആംബുലൻസ് മുന്നിലുണ്ടായിരുന്ന കാറിൽ ഇടിച്ചായിരുന്നു അപകടം. ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയെ മറ്റൊരു ആംബുലൻസിൽ ആശുപത്രിയിലെത്തിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പത്തനംതിട്ട റാന്നിയിൽ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച് പാസ്റ്റർ മരിച്ചു. പൂവന്മല ഇന്ത്യ പെന്തക്കോസ് ദേവസഭയിലെ പാസ്റ്റർ സണ്ണി ഫിലിപ്പാണ് മരിച്ചത്. മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ റാന്നി ചെല്ലക്കാട് വെച്ചായിരുന്നു അപകടം. തൃശൂർ പഴയ കുറാഞ്ചേരി ജംഗ്ഷനിൽ പെട്ടി ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് അപകടം. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട കാർ സമീപത്തെ മയിൽക്കുറ്റി തകർത്ത് കാനയിലേക്ക് പതിച്ചു. കുറാഞ്ചേരി ഭാഗത്തു നിന്നും കേച്ചേരി ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന പെട്ടി ഓട്ടോറിക്ഷയും തൃശൂരിൽ നിന്ന് മഞ്ചേരി ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മലപ്പുറം കോട്ടയ്ക്കൽ എടരിക്കോട് ടൂറിസ്റ്റ് ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രിക മരിച്ചു. വാളക്കുളം സ്വദേശി മുബഷിറയാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രിയായിരുന്നു അപകടമുണ്ടായത്. കാലിനും തലയ്ക്കും പരിക്കേറ്റ് ചികിത്സയിരിക്കെയാണ് മരണം.
തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഓലത്താണിയിൽ വീട് കുത്തി തുറന്ന് മോഷണം. ഓലത്താണി സുരേഷ് കുമാറിന്റെ വീട്ടിലായിരുന്നു മോഷണം നടന്നത്. സംഭവ സമയം സുരേഷ് കുമാറും കുടുംബവും പള്ളിയിൽ പോയിരിക്കുകയായിരുന്നു. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 9 പവൻ സ്വർണവും 5000 രൂപയും മോഷണം പോയി. നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. വേഗ വാർത്ത തുടരുന്നു. തിരുവനന്തപുരം പൂവച്ചലിൽ വഴിയാത്രക്കാരിയുടെ 1.5 പവന്റെ മാല മോഷ്ടിച്ച് ബൈക്കിലെത്തിയ 2 പേർ കടന്നുകളഞ്ഞതായി പരാതി. ശ്രീജിയുടെ മാലയാണ് മോഷണം പോയത്. ഉണ്ണിയൂർ അയന്തിച്ചിറ ഭാഗത്താണ് മോഷണം നടന്നത്. മോഷണ ശ്രമത്തിനിടെ ശ്രീജിയുടെ കഴുത്തിന് പരിക്കേറ്റു. മോഷ്ടാക്കളുടേതെന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊല്ലം കടക്കലിൽ കാറിൽ സഞ്ചരിച്ച യുവാവിനെ ബൈക്കിൽ പിന്തുടർന്നെത്തി ആക്രമിച്ചതായി പരാതി. കടക്കൽ സ്വദേശി അനന്തനാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ അനന്തൻ ആശുപത്രിയിൽ ചികിത്സ തേടി. കടക്കൽ സ്വദേശി അനിലാണ് മർദ്ദിച്ചത്. കടക്കലിൽ ബൈക്ക് ഷോറൂമിൽ സെയിൽസ് മാനേജറാണ് അനിൽ. സംഭവത്തിൽ അനന്തൻ കടക്കൽ പോലീസിൽ പരാതി നൽകി. ആലപ്പുഴയിൽ മുൻ വൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ കഠിന ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. കോയിക്കൽ ജംഗ്ഷനിൽ വെച്ച് യുവാവിനെ തടഞ്ഞു നിർത്തി അസഭ്യം വിളിച്ചും ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിൽ 3 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തെക്കേക്കര സ്വദേശി രാഹുൽ, അരുൺ, ഭരണിക്കാവ് സ്വദേശി അരുൺ എന്നിവരാണ് അറസ്റ്റിലായത്. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് ഫേസ്ബുക്കിലൂടെ പോലീസിനെതിരെ വധഭീഷണി നടത്തിയ ആൾ പിടിയിൽ. കോൺഗ്രസ് പ്രവർത്തകനെതിരെ ചാലിശ്ശേരി പോലീസ് കേസെടുത്തു. പാലക്കപ്പീടിക സ്വദേശി മുഹമ്മദ് അലിക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചായിരുന്നു പോലീസുകാർക്കെതിരെ ഭീഷണി പോസ്റ്റ്. മലപ്പുറം എടപ്പാൾ സ്വദേശിനിയെ ഫോണിലൂടെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി 93 ലക്ഷം രൂപ തട്ടിയ കേസിൽ 3 പേരെ മലപ്പുറം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊണ്ടോട്ടി സ്വദേശി അച്ചുമൽ, തൃപ്പനച്ചി സ്വദേശി മനോജ്, അരീക്കോട് സ്വദേശി NP ഷിബിലി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മുംബൈ ക്രൈംബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥരാണെന്നും നമ്പർ വിവിധ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞാണ് സംഘം പണം തട്ടിയെടുത്തത്. തൃശൂർ മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി. മണ്ണുത്തി സ്വദേശി നൌഫലിനെയാണ് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS കാപ്പ ചുമത്തി ഉത്തരവിട്ടത്. നൌഫലിനെ 6 മാസത്തേക്കാണ് ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിട്ടുള്ളത്. അടിപിടി, വധശ്രമം ഉൾപ്പെടെ 5ഓളം കേസിലെ പ്രതിയാണ് നൌഫി. തൃശൂർ തൃപ്പറയാർ സെന്ററിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികളിൽ ഒരാൾ റിമാൻഡിൽ. താന്യം സ്വദേശി റോഷനാണ് പോലീസ് പിടിയിലായത്. നാട്ടിക സ്വദേശി രാധാകൃഷ്ണനെ ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ് കേസ്. മുമ്പുണ്ടായ വൈരാഗ്യത്താലാണ് റോഷനും സായിരാജും മറ്റ് 2 പേരും ചേർന്ന് രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. തേവാരം വിട്ട് തേവാരം റോഡിന്റെ സാധ്യതകൾ വിലയിരുത്തി CPIM തമിഴ്നാട് സംസ്ഥാന നേതൃത്വം. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ബാലഭാരതിയുടെ നേതൃത്വത്തിലുള്ള സംഘം തേവാരമെട്ടിലെത്തി സന്ദർശനം നടത്തി. തമിഴ്നാട് മുഖ്യമന്ത്രിയെയും വനമന്ത്രിയെയും റോഡിന്റെ ആവശ്യകത അറിയിച്ച് പാത യാഥാർത്ഥ്യമാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സംഘം വ്യക്തമാക്കി. ആലപ്പുഴ, ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനുകളിലെ പാർക്കിംഗ് നിരക്ക് കൂട്ടാൻ തീരുമാനിച്ചിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ അധികൃതർ. യാത്രക്കാരുടെ വാഹനങ്ങൾക്ക് സുരക്ഷിതമായ പാർക്കിംഗ് സൗകര്യം പോലും ഒരുക്കാൻ അധികൃതർ തയ്യാറാക്കുന്നില്ലെന്നാണ് ഉയരുന്ന പരാതി. റെയിൽവേ സ്റ്റേഷനിലെ പഴയ ശുചിമുറി സമുച്ചയത്തിന് സമീപത്തും പിൽഗ്രിം ഷെൽട്ടറിന് സമീപത്തും തുറസായ സ്ഥലങ്ങളിലാണ് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജൈവ വൈവിധ്യ പഠനോത്സവവും ക്വിസ് മത്സരവും സംഘടിപ്പിക്കുന്നു. ഇടുക്കി അടിമാലിയിൽ ഹരിത കേരളം മിഷൻ UNDP പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ വിജ്ഞാന കേന്ദ്രത്തിന്റെ കമ്മ്യൂണിറ്റി തല പരിപാടികളുടെ ഭാഗമായാണ് പഠനോത്സവം സംഘടിപ്പിക്കുന്നത്. 7, 8, 9 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. കുരിശിന്റെ വഴിയിൽ നടന്നു തളർന്ന വിശ്വാസികൾക്ക് കുടിനീർ നൽകി തൃശൂർ കോട്ടപ്പുറം നഗരസഭാ കൗൺസിലറും സഹപ്രവർത്തകരും.
ദുഃഖവെള്ളിയാഴ്ചയിൽ കോട്ടപ്പുറം ഇടവകയിൽ നടന്ന പരിഹാര സ്ലീവ പാതയിൽ പങ്കെടുത്തവർക്കാണ് 35-ാം വാർഡ് വികസന സമിതി കുടിവെള്ളം വിതരണം ചെയ്തത്. കടുത്ത ചൂടിൽ നടന്നു തളർന്നവർക്ക് കുടിവെള്ള വിതരണം ആശ്വാസമായി. ഇന്ത്യയിലെ അറിയപ്പെടുന്ന 50-ൽ പരം ചിത്രശലഭങ്ങളെ പിസ്തയിൽ വരച്ച ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കി എടപ്പാൾ അങ്ങാടി സ്വദേശി ഫസ്ന. ചാലിശ്ശേരി ബോർഡ് സ്കൂൾ അധ്യാപികയും പട്ടാമ്പി ശില്പചിത്ര ഫൈൻ ആർട്സ് കോളേജിലെ ഫൈൻ ആർട്സ് 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയുമാണ് ഫസ്ന. തുടർച്ചയായി 1 മാസം നീണ്ട പരിശ്രമത്തിലൂടെയാണ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. 24ാമത് രാമു കാര്യാട് അവാർഡുകൾ സമ്മാനിച്ചു. ജനകീയ സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ തൃശൂർ കഴിമ്പുറം ബീച്ച് ഫെസ്റ്റിവൽ വേദിയിൽ വെച്ചാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഗോകുലം ഗോപാലൻ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മെഡിമിക്സ് ഫൗണ്ടർ VP സിദ്ധന്റെ പേരിൽ ഏർപ്പെടുത്തിയ മികച്ച നാടകത്തിനുള്ള അവാർഡ് സാഹിതി തിയേറ്റേഴ്സിന്റെ മുച്ചീട്ടു കളിക്കാരന്റെ മകൾ എന്ന നാടകത്തിന് സമ്മാനിച്ചു. മറ്റ് അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. നാടക അഭിനേതാവും രചയിതാവുമായ പെരുവല്ലൂർ ശശി തച്ചപ്പുള്ളിയുടെ ആദ്യത്തെ പുസ്തകം നിളയുടെ മാറിലൊരു തീഗോളം എന്ന നോവൽ പ്രകാശനം ചെയ്തു. പെരുവല്ലൂർ മിനി അംബേദ്കർ ഹാളിൽ നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ പ്രകാശനം നിർവഹിച്ചു. MLA മുരളി പെരുന്നെല്ലി പുസ്തകം ഏറ്റുവാങ്ങി. സാധ്യമാണ് പ്രതിരോധം സാംസ്കാരിക പരിപാടിക്ക് മലപ്പുറം പൊന്നാനിയിൽ തുടക്കം. 3 ദിവസങ്ങളിലായി നടക്കുന്ന നൈതൽ ബുക്സിന്റെ 3ാമത് ഫെസ്റ്റിവലാണ് പൊന്നാനിയിൽ തുടക്കമായത്. ചടങ്ങ് മട്ടന്നൂർ ശങ്കരൻകുട്ടിയും വാദ്യകലാകാരന്മാരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി MLA P. നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. വയനാട് നൂൽപ്പുഴ കോളൂർ ഉന്നതിയിൽ കുടിവെള്ള സംവിധാനം ഒരുക്കണമെന്ന ആവശ്യവുമായി കുടുംബങ്ങൾ. കഴിഞ്ഞ 1 വർഷമായി വെള്ളം ശേഖരിക്കുന്നത് വയലിലെ കേണിൽ നിന്ന്. കുഴൽക്കിണറിൽ സ്ഥാപിച്ചെങ്കിലും വൈദ്യുതി സംബന്ധമായ തകരാർ പ്രതിസന്ധിയാകും. കോഴിക്കോട് മുക്കത്ത് അറവ് മാലിന്യവുമായി വന്ന വാഹനം റോഡിൽ ഉപേക്ഷിച്ചതോടെ ദുരിതത്തിലായി നാട്ടുകാർ. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലാണ് വാഹനം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. അശാസ്ത്രീയ രീതിയിലാണ് വാഹനത്തിൽ മാലിന്യം കടത്തിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. സംഭവത്തിൽ പോലീസോ ആരോഗ്യവകുപ്പോ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. ആലപ്പുഴ കായംകുളം ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ വാഹന ഘോഷയാത്ര സംഘടിപ്പിക്കുന്നു. ആദ്യയാത്ര കായംകുളത്ത് നിന്ന് നായർ സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശശികുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഏറനാട് മണ്ഡലത്തിൽ 600 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ഭരണാനുമതി ലഭിച്ചതായി PK ബഷീർ MLA. പ്രധാന റോഡുകൾക്ക് 120 കോടിയും വിവിധ പഞ്ചായത്തുകളിലെ പദ്ധതിക്കായി 537 കോടിയും അനുവദിച്ചു. മലപ്പുറം വിദ്യാഭ്യാസത്തിൽ 1ാം സ്ഥാനത്താണെന്നും ഏറനാട്ടിലെ സ്കൂളുകൾ ഹൈടെക് ആക്കിയെന്നും PK ബഷീർ. വികസനത്തിനായി നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെന്നും PK ബഷീർ MLA പറഞ്ഞു. വേനൽ അവധിക്കാലത്ത് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം ഒരുക്കി പാലക്കാട് കപ്പോൾ ജനതാ ഗ്രന്ഥശാല പ്രവർത്തകർ. പാലക്കാട് ജില്ലാ ട്രോമ കെയറിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച നീന്തൽ പരിശീലന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മുക്കം അഗ്നിരക്ഷാസേനയുടെയും JCI കാരശ്ശേരിയുടെയും സഹകരണത്തോടെ മെയ് 3, 4, 5 തീയതികളിൽ ത്രിദിന നീന്തൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. 4 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്കാണ് അവസരം നൽകുക. മുക്കം നഗരസഭയുടെ നീന്തിവ മക്കളെ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ റെന ഫാത്തിമയുടെ നേതൃത്വത്തിലാണ് പരിശീലനം ഒരുക്കുന്നത്. മലപ്പുറം നൂർ ഹോസ്പിറ്റൽ പൊന്നാനിയും ബ്ലഡ് ഡോണർ കേരള പൊന്നാനി താലൂക്കും സംയുക്തമായി തൃശൂർ അമല ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെ സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അമല ബ്ലഡ് സെന്ററിന്റെ ശീതീകരിച്ച വാഹനത്തിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ 67 പേർ രജിസ്റ്റർ ചെയ്തു. ലഹരിക്കെതിരെ ഷോർട്ട് ഫിലിം ഒരുക്കി മുക്കാട്ടുകര സെന്റ് ജോർജ് ദേവാലയം. നല്ല പിള്ളേർ എന്ന പേരിൽ ഒരുക്കിയ ഷോർട്ട് ഫിലിം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്.
ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ചാണ് ഷോർട്ട് ഫിലിം നിർമ്മിച്ചത്. ഏപ്രിൽ 25, 26, 27, 28 തീയതികളിലാണ് മുക്കാട്ടുകര ഇടവകയിലെ തിരുനാൾ നടക്കുക. ആലപ്പുഴ ജില്ലാ നിയമസേവന അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഫാമിലി കൗൺസിലിംഗ് സെന്ററുകളിൽ കൗൺസിലർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൽസയുടെ നിർദ്ദിഷ്ട പദ്ധതിയായ സമവായം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് നിയമനം. മാനസികാരോഗ്യ സേവനങ്ങൾ നൽകുന്ന ക്ലിനിക്കുകളിൽ കുറഞ്ഞത് 3 മുതൽ 5 വർഷം വരെ ജോലി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. മലപ്പുറം മാറാക്കര മഹോത്സവം ഏപ്രിൽ 22 നടക്കും. രഘുനാഥൻ മാസ്റ്റർ സാംസ്കാരിക പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഏപ്രിൽ 21 ഡോക്ടർ തോമസ് ഐസക് പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഏപ്രിൽ 22 MP അബ്ദുസമദ് സമദാനി മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ആലപ്പുഴ മാന്നാറിൽ ബ്രഹ്മോദയം കളരിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ചെങ്ങന്നൂർ അംഗം ഏപ്രിൽ 19 മുതൽ 21 വരെ നടക്കും. കളരിപ്പയറ്റിനെ ജനകീയമാക്കുകയും പ്രാദേശിക നാടൻ കലാരൂപങ്ങൾക്ക് പ്രാധാന്യവും പ്രോത്സാഹനവും നൽകുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. മന്ത്രി സജി ചെറിയാൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അതിവിക വാർത്ത അവസാനിച്ചു. നമസ്കാരം.